രണ്ടാമത്തെ കാര്യമാണ് കന്യാത്വം നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ലോകം നിറയും. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കന്യാത്വം നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ലോകം നിറയും. അത് 440 വർഷം മുമ്പ് ഉണ്ടാവുന്നല്ല പറഞ്ഞേ, 20-ാം നൂറ്റാണ്ടിൽ സംഭവിക്കും. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേദനയോടെ പറയാണ് സഹോദരങ്ങളെ. ഇതാണ്, പല വഴിക്കും കന്യാത്വം നഷ്ടപ്പെട്ട മക്കളാണ് ഇവിടെ. കുടുംബനാഥന്മാരും കുടുംബനാഥകളും അമ്മമാരും അപ്പന്മാരും യുവാക്കളും യുവതികളും ബാലികാബാലന്മാരും കന്യാത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഫ്രീ മേസണറി ശക്തി പ്രാപിക്കും. ഈ സന്ദേശം കൊടുക്കുന്ന സമയത്ത് ഈ ഫ്രീ മേസണറി എന്താന്ന് ആർക്കും അറിയില്ല. 1717 ഫ്രീ മേസണറിയുടെ ആദ്യത്തെ ലോഡ്ജ് ലണ്ടനിൽ സ്ഥാപിക്കുന്നത്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെ ഫ്രീ മേസണറിയിലൂടെ സാത്താൻ സഭയിൽ ഭരണം നടത്തും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീ മേസണറിയുടെ ആളുകളായിരിക്കും ഈ ഭരണം നടത്താൻ പോകുന്നത്. കുട്ടികളിലെ സ്വാഭാവിക നിഷ്കളങ്കത നഷ്ടമാകും. അത് നഷ്ടമായിക്കൊണ്ടിരിക്കുക. കാരണം കുട്ടികളെ ഈ വലിയവരുടെ സെക്സി ഡ്രസ് ഇട്ടും വലിയവരുടെ സെക്സ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഓരോ ഷോകളിൽ കുട്ടികളെ എങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. സാത്താൻ അതിന്റെ പിന്നില്. കുട്ടികളുടെ സ്വാഭാവിക നിഷ്കളങ്കത നഷ്ടപ്പെട്ടു. അതുകൊണ്ട് 3 വയസ്സുള്ള കുട്ടി സ്വയംഭോഗം ചെയ്യും. 4 വയസ്സുള്ള കുട്ടി പ്രേമലേഖനം കൊടുക്കും. എന്തൊക്കെയാണോ ടിവിയിൽ കാണുന്നത് അത് അവർ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികളിലെ നിഷ്കളങ്കത നശിച്ചു സഹോദരങ്ങൾ, നശിച്ചു പോയി. വലുതാവുമ്പോഴേക്കും ലിപ്സ്റ്റിക് ഇടണം, മുടി അങ്ങനെ ഇങ്ങനെയും വെട്ടണം, ശരീരം പുറത്ത് കാണിക്കുന്ന ഡ്രസ് ഇടാനായിട്ട് വാശി പിടിക്കുന്ന കുട്ടികളിന്ന്. ഇത് പ്രവചനങ്ങളിലൂടെ വന്നിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് അവരുടെ ശാലീനത നഷ്ടമാകും. ഇന്ന് ശാലീനതയുള്ള ഒരു സ്ത്രീനെ കണ്ടുപിടിക്കണമെങ്കിൽ, കണ്ടുപിടിച്ചാൽ അവളുടെ കഷ്ടകാലം, അവൾ ഈ ലോകത്ത് ഒറ്റപ്പെടും. മുടിയൊന്ന് അങ്ങോട്ട് മാറ്റിയോ ഇങ്ങോട്ട് മാറ്റിയോ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയോ അല്ലെങ്കിൽ വാല് പോലെ വളച്ചോ അങ്ങനെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചോ നീ ഡ്രസ് ഇട്ടില്ലെങ്കിലേ നീ ഭ്രാന്തത്തിയാകും. വട്ടാണ് അതിനെന്ന് ചോദിക്കും. അങ്ങനത്തെ കാലഘട്ടമായി. കാരണം അതാണ് ശരി, ഇത് ശരിയല്ല. ഇത് 443 വർഷം അമ്മ പറഞ്ഞു വെച്ചതാ. സഭയുടെ കൈവെപ്പില്ലാത്ത വിവാഹ ബന്ധങ്ങളിലൂടെ ദൈവ ആഭിമുഖ്യമില്ലാത്ത മക്കൾ ജനിക്കും. ആൺപെൺ വ്യത്യാസമില്ലാത്ത വേഷവിധാനങ്ങൾ വരും. പച്ചക്കുത്തല്, ഹെയർ സ്റ്റൈലുകള്, രൗദ്രഭാവത്തിലുള്ള സംഗീതം, ഇതൊക്കെ അവിടെ സംഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇനിയും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങള്. ഞാൻ ഇതില് ഒരു കാര്യമാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അവരുടെ ശാലീനത നഷ്ടമാകും.